ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അതായത് ബുധനാഴ്ച ഞങ്ങൾക്ക് സംതിങ് സ്പെഷ്യലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ചന്തയാണ്. ചന്ത മാർക്കറ്റ് ഇങ്ങനെ രണ്ടും മീനിങ് ഒന്നാണെങ്കിലും മാർക്കറ്റിനെ അപേക്ഷിച്ച് ചന്തയിൽ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഗ്രോസറി ഐറ്റംസ് അങ്ങനെ എല്ലാം അവൈലബിൾ ആയിരിക്കും. വിലയാണെങ്കിൽ മാർക്കറ്റിനേക്കാളും കുറവുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ചേട്ടായി എനിക്കും പിള്ളേർക്കും ഇഷ്ടപ്പെട്ടത് ഒരുപാട് വാങ്ങിയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണേ. ഈ പഴത്തിന് ഇവിടെ ഈച്ചപ്പഴം എന്നാട്ടോ പറയാറ്. ഇതിന് മുമ്പ് ഞാനിത് കഴിച്ചിട്ട് പോലുമില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം. ഓരോ ആഴ്ചയും ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും മാറ്റം കാണും കേട്ടോ. ഈ ഫ്രൂട്ട്സ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ചക്ക നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു കവറിലുള്ള ഈ ഒരു 8-10 ചുളയ്ക്ക് എത്ര രൂപയെന്നറിയോ? 100 രൂപ. അങ്ങനെ ചേട്ടായി കൊണ്ടുവന്ന ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഞങ്ങൾ അതേ സ്ഥലത്ത് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും ചേട്ടായി കുക്കിങ്ങും തുടങ്ങി. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും നോൺ വെജ് എടുക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ ചേട്ടായി ആയിരിക്കും കേട്ടോ കുക്ക് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്താൽ എരിവും പുളിയും എല്ലാം കുറച്ച് കൂടുതലും കുറവൊക്കെ ആയി പോട്ടോ. അതുകൊണ്ടാണേ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതിലൊന്നാണ് പൂവ്. ചേട്ടായി എല്ലാ ബുധനാഴ്ചയും എനിക്ക് വേണ്ടിയിട്ട് പൂവ് വാങ്ങിയിട്ട് വരാറുണ്ട്. ഈ പൂവിന് ഇവിടെ പറയാറ് മുല്ലപ്പൂവ് എന്നാണേ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഞാൻ അധികമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വാങ്ങിയിട്ട് വന്ന പൂവ് കെട്ടാൻ തുടങ്ങി കേട്ടോ. കെട്ടിയ പൂവ് വാങ്ങിയിട്ട് വരുന്നതിനേക്കാളും നമ്മളിങ്ങനെ കെട്ടാത്ത പൂവ് വാങ്ങി വീട്ടിൽ കെട്ടുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം. പൂവ് കുറേ ഉണ്ടാവും, പൈസയും നമുക്ക് ലാഭമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.